हेलो गाइस, सबका स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए महेश एंटे प्रतिकारम मूवी का रिएक्शन। और अब जो है देखना होगा इनकी लव स्टोरी कहाँ आगे बढ़ती है और क्या ये कुछ मटेरियलाइज होती है कि नहीं, या फिर वो फिर से वापस चली जाती है और ये दोनों अलग अलग ही रहेंगे। मुझे भी यही समझ में नहीं आ रहा है, पर अभी इनकी शादी की बात करना तो थोड़ा ऑफ हो जाएगा क्योंकि अभी अभी फ्यूनरल हुआ है और इतने टाइम से ये लोग साथ है तो ये लोग शादी क्यों नहीं कर रहे, यही बहुत बड़ा सवाल है। देखते हैं क्या होगा, तो आप भी देखो मिलते हैं। लेट्स स्टार्ट। എന്നാടി പൈപ്പിലെ വെള്ളം മൊത്തം തുറന്നു വിടുന്നത്? കഴുകി കഴിഞ്ഞില്ലേ? കയറി പോയിക്ക്. മോളെ, നമ്മുടെ കുരിയച്ചൻ മോക്കൊരു കല്യാണാലോചന പറഞ്ഞായിരുന്നേ. അവര് തൊടുപുഴക്കാരാന്നാ പറഞ്ഞത്. ചെറുക്കൻ കാനഡയിൽ നേഴ്സാണ്. നല്ല കുടുംബമെന്നാ പറഞ്ഞത്. നിന്നെ കാണാനൊന്ന് വന്നോട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളോടൊന്ന് ചോദിക്കട്ടെ, എന്നേച്ചും പറയാമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഇതൊരു നല്ല കേസാണ്. ചാച്ചനേക്കാളും ലോകപരിചയവും വിദ്യാഭ്യാസവും ഒക്കെ നോക്കാം. മോള് ശരിക്കൊന്ന് ആലോചിക്കും. ഇതിലെ കുമ്പളപ്പം നിന്നുകൊണ്ട് നടന്നാൽ മതിയോ, അതോ ലോകമൊക്കെ ഇറങ്ങി സുഖമായിട്ട് ജീവിക്കണമെന്ന്? ऐसा नहीं होता कि फॉरेन में सब कंफर्टेबल ही हैं। वहाँ के अलग स्ट्रगल होता है यार। और ये कब बताएंगे कि इनको वो पसंद है? कर लेनी चाहिए यार बात। पता नहीं इनके फादर मानेंगे नहीं उनके लिए, मे बी। അവളോട് ചേട്ടായി ഒന്ന് സംസാരിക്കേ. ഞാൻ എന്നാ പറയാനാടാ പോയി, ലവിൻ്റെ കേസല്ലേ. അവളോട് ആലോചിക്കാനല്ലേ പറഞ്ഞേക്കുന്നേ, അപ്പൊ അവൾ ആലോചിക്കട്ടെന്നേ. അത് കറക്റ്റ്. ये एक्चुअली थिंक तो नहीं कर रही कि हाँ यार सही बोल रहे हैं। ഉറങ്ങിയോടി സൗമ്യ? എടി ചാച്ച നിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ പറയുന്നത്. അറിയാം, വിസ്തരിക്കണ്ട. ഒച്ച വെക്കലടി, കൊച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞേനെ. ഞാൻ നിന്റെ മമ്മിയാ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇപ്പം നിനക്കുള്ളൂ. मैसेज तो करो. कर दो हग कर लो मम्मी को. കരഞ്ഞു, നന്നായിട്ട് കരഞ്ഞു. ऐसे क्यों बोल रही है? എന്നിട്ട് അതങ്ങ് മറന്നു. Then forget him? No way. बस ये मत करो. वो भी कन्विंसिंग लग रही है मुझे थोड़ी. ओह, इन्होंने जो मान्यता मानी थी 50 kgs का. बहुत खुश रहेंगी वो इनके साथ. एक तरफ कनाडा है, एक तरफ ये है. इतना तैयार हो? ചെറുക്കനും പാർട്ടിയൊക്കെ എത്തിയിട്ടോ? लड़के से मिलने के लिए. ये लड़कियां ऐसी लालची क्यों होती हैं यार? നമസ്കാരം. നമസ്കാരം, വാ. उसको गेट नहीं बुला. ये रूम है. എന്നാ പറ്റി? ഇത് തുറക്കത്തില്ലല്ലോ. ആ ലോക്കൊന്ന് വലിച്ചേ. ഇത് സ്റ്റക്കാ. ഒന്നുകൂടെ നോക്കി. ഇല്ലേ? ക്ഷണക്കേടാണല്ലോ. बाहर से खोल लो. ഞാൻ അപ്പുറം വരാം. वो लोग बोल रहे हैं अब शगुन है ये. ഗ്ലാസ് ഒന്ന് താത്തിക്കേ. സ്കെയിൽ വല്ലോട്ട് നോക്കണോ? ഒരു മിനിറ്റ്. एंटर ही मत हो भाई आप. നീ ടെൻഷൻ ആണ്ട, ഞാൻ നോക്കട്ടെ. ड्राइवर साइड से आ जाओ. ഇല്ലേ, അപ്പുറം ഇറങ്ങാന്നേ. ഇതൊക്കെ സാധാരണയല്ലേ. कैसे लगेंगे? വാ, താങ്ക് യു. और सब देख रहे होते हैं तब तो और अजीब हो जाता है सब. വലതുകാലം വെച്ചിറങ്ങിയല്ലോ. അതെ. इतना मानते हैं चीजों में. കേറുവാ. വഴി കൺഫ്യൂഷൻ ഒന്നും ആയില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല. കുരിശുപള്ളിയുടെ അവിടെ നിന്ന് തിരിഞ്ഞാൽ ഇങ്ങോട്ട് ഒറ്റ വഴിയല്ലേ? കുരിശുപള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവൻ നമ്മുടെ കുടുംബക്കാരാ. ഹലോ, അവിടെ ഇടൂ. കയറി വാ. मेरे को
बॉडी लैंग्वेज नहीं पसंद आई इनकी। हाउ डू डू? इनको पता भी है उनको लड़का दिखना है। अरे ये तो वो है। शोबिन बैठा है। ജിപ്സി ക്രിസ്പി ആ ക്രിപ്സി അല്ല ക്രിസ്പിൻ ക്രിസ്പി क्रिस्पी। ഓക്കെ ഓക്കെ പോയിന്റിലോട്ട് വരാം. പ്ലെൻറ്റി ഓഫ് ഡിസൈനിങ് വർക്ക്സ് വരാറുള്ള സ്ഥാപനമാണ് ബേബി ആർട്സ് പ്രകാശ്. ദിവംഗതരുടെ ഫ്ലെക്സുകൾ, A+ കിട്ടിയവരുടെ ഫ്ലെക്സ്, ജില്ലാ കമ്മിറ്റി മെമ്പേഴ്സ്, സ്റ്റാർ സിംഗേഴ്സ്, D4 ഡാൻസ്, പെരുന്നാൾ ഉത്സവ കമ്മിറ്റി ഫ്ലെക്സുകൾ തുടങ്ങിയവ തീർത്തും ഉത്തരവാദിത്വത്തോടുകൂടി ഡിസൈൻ ചെയ്ത് കട്ടപ്പന കൊണ്ടുപോയി പ്രിൻ്റ് എടുത്തു കൊടുക്കുന്ന പ്രകാശിലെ ഏക സ്ഥാപനമാണ് ബേബി ആർട്സ്. അച്ചടക്കമുള്ള ജോലിക്കാരനെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. यहाँ इसके लिए काम कर लेंगे। हाय। ഹായ് അച്ചടക്കമുള്ള ജോലിക്കാരനെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. Disciplined employee. ഒരു പാസ്റ്ററുടെ മോനായതാ നിന്റെ- ബേബിച്ചേട്ടാ ഞാനൊന്ന് പുറത്തേക്ക് പോവാണേ. സ്റ്റുഡിയോ പൂട്ടിയിട്ടില്ല. നോക്കിക്കോ. എങ്ങോട്ടാടാ? ഒരു ചെറിയ മരണം ഉണ്ടെന്ന്. ആര്? ചെമ്പകപ്പാറ. എന്നെ മനസ്സിലായോ? ക്രിസ്പിൻ വളവനാടൻ കപ്പിന്റെ സെമിയിൽ എന്റെ ഓവറിലെ മഹേഷേട്ട് 4 6 അടിച്ച മറന്നുപോയോ? ക്രിസ്പിൻ റൈറ്റ് ആം ഓവർ ദ വിക്കറ്റ് പള്ളിപ്പറമ്പന്റെ പാമ്പ് ബാസ്പന്റെ അനിയൻ. കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് തല്ലുണ്ടാക്കിയപ്പോ മഹേഷേട്ടല്ലോ ഞങ്ങളെ പിടിച്ച് ഓട്ടോ കയറ്റി വിട്ടത്. അന്ന് പറയാൻ പറ്റില്ലായിരുന്നു. താങ്ക്സ്. നീ എന്തോ പ്രശ്നത്തിലൊക്കെ പെട്ട് എറണാകുളത്തേക്ക് മുങ്ങിയിരിക്കല്ലേ? ബെനറ്റ് മുതലാളിയുടെ ഡോവർമാന്റെ കുണ്ടിൽ പടക്കം വെച്ച് പൊട്ടിയ നിസാർ കേസിനാണ് മഹേഷേട്ട. എന്ത് ചെയ്യാൻ പറ്റൂലേ? പക്ഷെ അതുകൊണ്ട് ഞാൻ എറണാകുളത്ത് പോയി ഫോട്ടോഷോപ്പ് ഒക്കെ പഠിച്ചു. കൊള്ളാം. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യമുണ്ട്. Okay. Disciplined तो ശരി. नहीं है। പേടിക്കണ്ട, ഞാനിഞ്ഞി ഇവിടെ ഉണ്ടാവും. ബേബി ചേട്ടൻ എന്നെ പണിക്കെടുത്തു. നന്നായി. ഞാനങ്ങോട്ട് किसी की बट में ये बम लगा चुके हैं। അതെ, ഒരു കുഴപ്പമുണ്ടാക്കിയല്ല, അടങ്ങി ഒതുങ്ങി നോളാം. ओह ये तो खो गए उसके प्यार में। ഇത്ര ഹാൻഡ്സമായ ഒരാൾ വാം കഴിക്കാൻ എന്തേ താമസിച്ചു? अपने आप को मैं एक एकदम सामने बोल रहा है। दिखेंगे। सेल्फ रेड फ्लैग नो। ഇറ്റ്സ് സിംപ്ലി ബിക്കോസ് ഐ ഡിഡ്ന്റ് ബിലീവ് ഇൻ അറേഞ്ച് മാരേജ്. ओहो ബട്ട് ഒന്ന് രണ്ട് ഗേൾസ് എന്നെ മൂടനാക്കി പോയപ്പോൾ फूल्ड me। എനിക്ക് വിശ്വാസമായി. Not your type, honey. No. Not your സ്വാമിക്ക് type. അങ്ങനെ എന്തെങ്കിലും എങ്ങനെ? സം സോർട്ട് ഓഫ് ലവ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്? नो പിന്നെ झूठ। അല്ല വല്ലോ കേട്ടോ. ഇച്ചിരി കൂടി. പിടിച്ചോ. एक और लड़की उसको फोन कर रही है। നല്ല ഫോട്ടോ ആണെങ്കിൽ എടുത്തു വെച്ചോട്ടോ. നീ പോടാ പുല്ലേ. गोरों को बोल रहे हैं, अपनी फोटो रेडी करवा लो। ആ മഹേഷേ ബോഡി എത്തിയില്ലേ? ഇല്ല, റോബിന്റെ ഫ്ലൈറ്റ് ഡിലേ വൈകും. ഓ അല്ല, നീ എങ്ങോട്ടാ? കടയിലാരും ഇല്ല. ആ പിന്നെ പൊടിപാറ ജ്വല്ലറി അല്ലേ, വാ ഇറങ്ങ്, ഒരു ചായം പഴം കഴിക്കാന്നേ, വാ. Banana. റോബസ്റ്റ ഉള്ളാലും കൊള്ളാല്ലേ? ജൈവനാ ആ എൽദോച്ചാന്റെ പറമ്പീന്ന് വെട്ടിയതാ. എവിടെന്നാ? എൽദോച്ചാന്റെ പറമ്പീന്നേ. ഈയുടെ സാബു നീ അത് വെട്ടുമ്പോ ചോദിച്ചിട്ട് വെട്ടണ്ടേ? എഴുതോച്ചായ എന്നെയല്ലേ പറമ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണത്? എങ്ങനെ? ആരാന്നാ? എന്നെയാ പറമ്പും കാര്യമൊക്കെ ഏൽപ്പിച്ചേക്കണേ. മൂപ്പരെ ഇത്തവണ നെടുമ്പാശ്ശേരിന്ന് കയറി പോണ സമയത്തെ എന്നെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് പോയെ. ഈടാ സ്വന്തം വീട്ടിലെ ഗ്യാസ് കുറ്റി കട്ടെടുത്ത് മറച്ചു വിറ്റ നിന്നെ എങ്ങനെയാടാ എഴുതോച്ചായം പറമ്പ് ഏൽപ്പിക്കണേ? അതേ യൂത്തിട്ട് പണിയാൻ നിൽക്കല്ലേ ഉള്ള യൂത്തിന്റെ പണം നീ ഉളർത്തും. ഒന്നാടോ ഇത് എടുത്ത് കാണാൻ വേണമെങ്കിൽ മനുഷ്യർ പോകുന്നല്ലേ എന്ത് വട്ടാടോ തനിക്ക്? പൊട്ടൻ നിന്നെ തന്നോട് പറമ്പിക്കാൻ നീ പോടാ. മരിച്ചു വിടാന്ന് ഞാൻ നോക്കിയാ. കുറെ നാളെ തുടങ്ങിയിട്ട് ഞാൻ എന്നാ വിളിക്കേ എൽദോനെ വിളിക്കേ. ഒരു തീരുമാനം ഉണ്ടാക്ക്. കുരിശ് കുരിശ് എവിടെയാ? നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി. അവന്റെ നെഞ്ചത്തടിച്ച് വെച്ച് വെക്കും. ഏയ് നീ വിളിക്കേ. എൽദോനെ വിളിക്കേ. ഇതില് ബാലൻസ് ഇല്ലല്ലോ. बैलेंस नहीं। പറ, നമ്പർ പറ. अमेरिका। अच्छा एल्डो अमेरिका में है। अच्छा बता किसको बोल के गया था, इसको कि मेरे को? रात में सो रहा हूँ। ഹലോ, എൽദോച്ചായനല്ലേ? താഹിറ, മെമ്പർ താഹിർ. ताहिर. ആ എന്നതാ? അതെ, നമ്മുടെ ടോമി സാബും തമ്മിലേ ചെറിയൊരു തർക്കം. उनकी बीवी देखो. സാബുവിനല്ലായിരുന്നു? എന്തേ? ഒന്നുമില്ല ഒന്നുമില്ല. യെസ് ഡിയാ. എങ്ങനെയുണ്ട് 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 എങ്ങനെയുണ്ട്? അയ്യ അതെ
അതെന്നാ സാബുവിന്റെ കാര്യം പറഞ്ഞ? ഒന്നുമില്ലെന്നേ, നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് വേണമെങ്കിൽ ആദായം എടുത്തോളം ഞാൻ ആ സാബുവിനോടൊന്ന് പറഞ്ഞായിരുന്നു, അത്രേ ഉള്ളൂ. അതെന്നാ പണിയാ കാണിച്ചേ? കാലങ്ങളായിട്ട് എന്റെ ആങ്ങളെ ടോമി ചേട്ടായി അല്ലയോ ഇതിപ്പോ എവിടുന്നാ ഈ സാബു കയറി വന്നേ? അവന് ഇച്ചിരി ദുർബലനാന്നേ, വീട്ടിൽ ചിലവെങ്കിലും നടക്കട്ടെന്ന്. ഒറ്റയ്ക്ക് നാട്ടിലേക്ക് വിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കോളാക്കുന്നു. എൻ്റെ സാറേ നീ ടെൻഷൻ ആവല്ലേ, നീ കിടക്ക്, നമുക്ക് രാവിലെ പറയാല്ല. സാബുവേ ബെസ്റ്റ് പാർട്ടിയാ. നിനക്കിപ്പോ എന്നാ വേണ്ടേ? എനിക്കിപ്പോ ഒന്നും വേണ്ട. എഴുതോച്ചായനാണല്ലോ. താഴെ സാറേ ആയിട്ട് പറമ്പിന്റെ കാര്യങ്ങൾ ടോമീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. എഴുതോച്ചായൻ പറയുന്നേ പറമ്പ് നിന്നെ ഏൽപ്പിച്ചേക്കണെന്ന്. ഏട്ടാ സാബു എടാ കുണം പിടിക്കാത്തവനെ, എൻ്റെ അളിയൻ മണ്ടനല്ല. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. ഇതെന്തിനാ എന്റെ പേര് പറയാൻ പോയേ? പറഞ്ഞേ സാബു ചെന്നത് വീട്ടിൽ പറഞ്ഞ് ഇപ്പൊ വിളിക്കും നിങ്ങളുടെ തള്ള. അല്ലെങ്കിലോ നിങ്ങൾ എന്റെ സാരിത്തുമ്പിലാന്ന് പറഞ്ഞ് നാട് മുഴുവൻ നാട്ടിക്കുക. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. വായ്പ ഓ നിങ്ങളോട് വിളിപ്പൊടുവിലുണ്ട് കൃഷ്ണൻ, ഞാൻ ചീത്ത. അങ്ങനെ ഇപ്പൊ വേണ്ട. വിളിക്ക് തിരിച്ച് വിളിക്ക. अब किसको मिलेगा? ओ भाई साहब എന്നെ എഴുതോച്ചായ പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ. ഫിക്സ്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. നീ ആരുടെ കോപ്പ നീ കയറിയടാ? ഞാനോ? ഞാൻ നിന്റെ അപ്പൻ. ഇച്ചാന്റെ തന്തയ്ക്ക് പറയുന്ന ആളിയുടെ തന്തയ്ക്ക് പോണോ? അവന്റെ ഒരു മധ്യസ്ഥത. बिचौलिया ही मार खाता है. അവന്റെ അപ്പനെ വിളിച്ചിട്ട് कहाँ जा रहे हैं? अरे एक और बूढ़ा मरेगा. എവിടെ നോക്കിട്ടോടെ വരുന്നത് മാങ്ങാട്ടി? ഞാനല്ല, അയാളാണ്. ഏതയാള്? ചേട്ടൻ കണ്ടല്ലോ എന്റെ ഫ്രണ്ട് വണ്ടി വന്ന് ഇടിച്ചതും പോരാ, സൈക്കിളിൽ നിന്ന് ചേട്ടാ. നീ അങ്ങോട്ട് പോവാ. നീ പെറുക്കി വെച്ചിട്ട് പോയാ മതി. यार पूरा नहीं बोलेंगे. क्या है यार ये? कितना गुस्से में पिटेंगे पेट्रोटिज्म. भाग्य विधाता जय जय हे उसने डाल ही दी पहले होता था. ओ भाई जो बचे थे वो भी गए. खत्म है अंकल का, खत्म सब कुछ बर्बाद दिन था. इतना ज्यादा हिलेरियस सीन मैंने नहीं देखा है, बहुत टाइम हो गया कि जहाँ पे मतलब
रोकी ने जा रही हो हंसी, इतना कमाल का ये सीन था। और जबकि कितना, अगर मैं किसी को सुनाने जाऊँ ना तो वो समझ नहीं पाएगा कि भाई इसमें इतनी क्यों हंसी आई, बट वो साइलेंस, वो हर एक चीज़ इतना पॉइंट टू पॉइंट किया गया था ना, और इतना फन लाइक। और ऐसा ही होता है कि हम लोग भी जब अपने खेलने जा रहे होते हैं तो एकदम से ही जन गण मन स्टार्ट होता है, हमारे बाजू में एक स्कूल है, तो हम सब खड़े हो जाते हैं, एंड उसी टाइम कोई ना कोई कुछ कर जाए या कोई डॉग आ जाए, कुछ हो जाए, तो आप वहीं के वहीं भौचक्के रह जाते हो। सच में यार बहुत ही हिलेरियस सीन था। और यार वो तो वही उस आदमी का तो उसकी बीवी ने जीना हराम कर दिया था। वो बार बार भाई सो जा, सुबह बात करता है, वो नहीं सोएगी। और लड़कियों का यही है, वो रात को आपको सोने नहीं देंगी, वो चाहेंगी कि अभी के अभी सॉर्ट होनी चाहिए चीज़ें। और वो बार बार कॉल कर रहे थे, वो बीच वाले को बेचारे को थप्पड़ पड़ गए। और ऊपर से वो बार बार बेचारा, पहली बार उसने उसको बोला कि भाई तू दूसरे वाले को दे, उसने दूसरे वाले को बोला ठीक है भाई तेरे को ये चाहिए वो ही, तूने मेरा नाम क्यों लिया कि दूसरे वाले को दे, उसने कहा पहले वाले को दे देता। अरे उनकी क्या क्या बात पे लड़ाई चल रही थी, वो इतना हिलेरियस, क्योंकि सब चीज़ें रिलेटेबल लग रही थी, बहुत ज़्यादा फनी। आप लोगों को कैसे लगा कमेंट सेक्शन में जरूर बताएगा। तो इसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए और सब्सक्राइब करिए। बाय।